നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആട്ടോ. കൂടുതൽ പേരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അസിഡിറ്റി ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പല ക്ലയൻസിൻ്റെയും ഫുഡ് ഹാബിറ്റ് വെച്ച് നോക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. പക്ഷേ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ പണ്ടത്തെ കാലങ്ങളിലെ ആ ഒരു ഫുഡ് ഹാബിറ്റ് നോക്കുകയാണെങ്കിൽ സ്കൂൾ ടൈമിൽ ഇവർ കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ഡിഗ്രി തലത്തിൽ ഒരു ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന ടൈമിൽ ഇവർ കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ 4-5 വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് കഴിയുമ്പോൾ പിന്നീട് ഇവർ ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ആക്കി കഴിഞ്ഞാലും അസിഡിറ്റി ബ്ലോട്ടിംഗ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. പിന്നീട് ഭക്ഷണം നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അത് വയറങ്ങനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആ സമയം നേരത്തെ നിങ്ങൾ കഴിച്ചില്ലല്ലോ, പിന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന എന്താണ് ആ സമയത്തെന്ന് പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷൻ നമ്മുടെ ബോഡിക്ക് തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് പലർക്കും ഈ അസിഡിറ്റി ബ്ലോട്ടിംഗ് ഒക്കെ സ്ഥിരമായിട്ട് ഉണ്ടാവുന്നത്. ആദ്യം മുതലേ ഇപ്പോൾ അതായത് ഒരു സ്കൂൾ ഗോയിങ് ടൈം മുതലേ കറക്റ്റായിട്ട് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ കറക്റ്റായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി എന്നല്ല, കുറഞ്ഞ ക്വാണ്ടിറ്റി തന്നെ കറക്റ്റായിട്ട് കഴിക്കുന്നവർക്ക് ഈ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായി കണ്ടുവരുന്നില്ല. പിന്നെ അസിഡിറ്റി ഉണ്ടാക്കുന്ന ചില ഭക്ഷണ സാധനങ്ങളുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ട് പയറ്, പരിപ്പ്, കടല. അതിൽ ചിലർക്ക് ഏതെങ്കിലും പയറുവർഗ്ഗമായിരിക്കും, ചിലർക്ക് പരിപ്പായിരിക്കും അസിഡിറ്റി ഉണ്ടാക്കുന്നത്, ചിലർക്ക് പയറായിരിക്കും. അപ്പോൾ അങ്ങനെ അസിഡിറ്റി ഉണ്ടാക്കുന്ന പൾസസ് മാത്രം അവോയ്ഡ് ചെയ്യുക. അല്ലാതെ ഒരു പയറുവർഗ്ഗം അസിഡിറ്റി ഉണ്ടാക്കുന്നു എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് പയറുവർഗ്ഗം അവോയ്ഡ് ചെയ്യുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, അതായത് പ്രോട്ടീൻ്റെ ഒക്കെ നല്ലൊരു സോഴ്സാണ് ഈ പയറുവർഗ്ഗങ്ങൾ. അത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. പരിപ്പ് അസിഡിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ചിലർക്ക് കടല പ്രശ്നം ഉണ്ടാവില്ല, അപ്പോൾ കടല നിങ്ങൾ കഴിച്ചോളൂ, പരിപ്പ് അവോയ്ഡ് ചെയ്താൽ മതി. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അല്ലാതെ കംപ്ലീറ്റ് ആ പയറുവർഗ്ഗങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിൽ അത്ര കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചിലർക്ക് കപ്പ അസിഡിറ്റി ഉണ്ടാക്കും, ചിലർക്ക് പൊട്ടറ്റോ അസിഡിറ്റി ഉണ്ടാക്കും. അസിഡിറ്റി ഉണ്ടാക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ അവോയ്ഡ് ചെയ്യുക. കോമൺ ആയിട്ട് നമ്മൾ ഫ്രൂട്ട്സിൽ മെയിനായിട്ട് അസിഡിറ്റി ഉണ്ടാക്കുന്ന ആപ്പിൾ അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. വാട്ടർമെലൺ, ചിലർക്ക് തണ്ണിമത്തൻ അസിഡിറ്റി ഉണ്ടാക്കും. അതുപോലെ വെജിറ്റബിൾസിൽ കുക്കുംബർ മിക്കവർക്കും അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. ഫ്രൂട്ട്സിൽ തന്നെ റോബസ്റ്റ അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. നട്ട്സ് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. കാഷ്യൂ നട്ട്, അതുപോലെ പീനട്ട്, പിസ്ത, ബദാം, ഇങ്ങനെയുള്ള. ചിലർക്ക് ബദാം അസിഡിറ്റി ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ബദാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം, ബാക്കിയുള്ള നട്ട്സ് അവോയ്ഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ആ വർഗ്ഗത്തിൽ ഏതാണ് നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ടാക്കുന്നത് അത് അവോയ്ഡ് ചെയ്യാം, ബാക്കിയുള്ളത് കഴിക്കാം. പിന്നെ മെയിനായിട്ട് ഫുഡ് ഹാബിറ്റ് നിങ്ങൾ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ അസിഡിറ്റി വരും. പിന്നെ പ്രായമുള്ളവരുടെയൊക്കെ മെയിനായിട്ടുള്ളൊരു ഭക്ഷണ രീതിയാണ് ഇവർ രാവിലെ തന്നെ ചായ കുടിക്കും. ചായയുടെ കൂടെ ബ്രെഡ്, ബണ്ണ്, റസ്ക് ഒക്കെ മെയിനായിട്ട് കഴിക്കുന്നവരുണ്ടാവും. ബിസ്ക്കറ്റുകൾ കഴിക്കുന്നവരുണ്ടാവും രാവിലെ തന്നെ. അത് കഴിഞ്ഞിട്ടേ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അത് അത്ര നല്ല ശീലമാണെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം മൈദയുടെ സാധനങ്ങൾ തന്നെ ഫസ്റ്റായിട്ട് നമ്മുടെ ബോഡിയിലോട്ട് വരുമ്പോൾ അതത്ര നല്ലതല്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 1 ഗ്ലാസ്സോ അല്ലെങ്കിൽ 2 ഗ്ലാസ്സും ചെറിയ ചൂടോടെ വെള്ളം കുടിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അത് കഴിഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂറോളം ഒന്നും കഴിക്കരുത്. അതിനുശേഷം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ട് എല്ലാം കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഒട്ടും ടൈമില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാസ് ഓട്സ് കാച്ചിട്ട്, അല്ലെങ്കിൽ റാഗി വെറുതെ ആയിട്ട് പാലിൽ മിക്സ് ചെയ്ത് കാച്ചിട്ട് അങ്ങനെ കഴിക്കാം. സ്മൂത്തി ആയിട്ട് കഴിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ ഒന്നിനും സമയമില്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വെറുതെ കഴിച്ചാലും മതി, പുഴുങ്ങൊന്നും വേണ്ട. വെറുതെ നല്ല നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം കഴിച്ചിട്ട് പോകാം. ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റിട്ട് ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നാണ്. ചിലരുണ്ടല്ലോ, ചില വീട്ടമ്മമാർ രാവിലെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത്, അതുപോലെ തന്നെ ഇപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരെയൊക്കെ വിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 11:30-12 മണിയാകുമ്പോഴേ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അത് നല്ല ശീലമല്ല. അങ്ങനെയുള്ളവർക്കും അസിഡിറ്റി ബ്ലോട്ടിംഗ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എഴുന്നേറ്റിട്ട് ഒരു 2 മണിക്കൂറിനുള്ളിലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുക. അത് ശ്രദ്ധിക്കാം. പിന്നെ സമയത്തും കൂടെ എന്തെങ്കിലും ഉൾപ്പെടുത്തുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ ഒരു 11:30 ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു ആസിഡ് പ്രൊഡക്ഷനാണ് നമ്മുടെ വയറിൽ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അസിഡിറ്റി ആയിട്ട് വരും. ആസിഡ് മേപ്പോട്ട് ഇങ്ങനെ കയറി നെഞ്ചരിച്ചിൽ പോലെ വരും. നെഞ്ചത്ത് ഭക്ഷണം കെട്ടി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആ സമയത്ത് ഉണ്ടാവും. അപ്പോൾ അതാണ് മെയിൻ കാര്യം. അപ്പോൾ നമ്മളുടെ ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് ചെന്നുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ
ആസിഡ്, അത് ദഹിപ്പിക്കാനുള്ള ആസിഡ് വരുമ്പോഴത്തേനും ഫുഡ് ചെല്ലുമ്പോൾ പെട്ടെന്ന് ആ പ്രക്രിയ കറക്റ്റ് ആവുള്ളൂ. ഇല്ലാത്ത പക്ഷമാണ് ഈ അസിഡിറ്റി ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. ആ കാര്യങ്ങളൊന്ന് മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നെ അസിഡിറ്റി ഒക്കെ മാറ്റാൻ, ഇപ്പം നന്നായിട്ട് അസിഡിറ്റി ആണ്, ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വല്ലാത്ത അസിഡിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇഞ്ചി ചതച്ചിട്ട വെള്ളം നിങ്ങളൊരു ഗ്ലാസ് കുടിക്കുക. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അസിഡിറ്റി നന്നായിട്ട് അത് കുറഞ്ഞോളൂ. ഇഞ്ചി ഏറ്റവും ബെസ്റ്റാണ് അസിഡിറ്റിക്ക്. അത് ചെയ്യാവുന്നതാണ്. പച്ചമഞ്ഞൾ, കറുകപ്പട്ട ഇതെല്ലാം കൂടിയിട്ട് തിളപ്പിച്ച വെള്ളവും നിങ്ങൾക്ക് അസിഡിറ്റിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഫുഡ് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങൾ കഴിക്കേണ്ടതാണ്. അങ്ങനെ ഇടവിട്ട് വെള്ളം കുടിക്കാൻ, നല്ല സ്ലീപ്പ് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അസിഡിറ്റി ബ്ലോട്ടിംഗ് ഒക്കെ താനെ മാറിക്കോളൂ കേട്ടോ. പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു റെമഡി എന്ന് പറയുന്നത് വർക്കൗട്ടാണ്. അത് ചിലരുടെ വിചാരമുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വർക്കൗട്ട് എന്ന്. അങ്ങനെ അല്ല കേട്ടോ. വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് കൂട്ടാനും പിന്നെ അതുപോലെ അസിഡിറ്റി ബ്ലോട്ടിംഗ് ഒക്കെ മാറാനും ഒക്കെ വർക്കൗട്ട് നല്ലതാണ്. വർക്കൗട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബോഡി നന്നായിട്ട് ഫ്ലെക്സിബിൾ ആവും. നിങ്ങൾക്ക് മസിൽ പെയിനോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഡെയിലി റുട്ടീനിൽ പലരും പറയുന്നൊരു കാര്യമാണ്, വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല. എന്തുകൊണ്ട് സമയമില്ല? കാരണം നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ്. ഫുഡ് കഴിക്കുന്നില്ല, അതിന് സമയമുണ്ടല്ലോ. ബ്രഷ് ചെയ്യുന്നുണ്ടല്ലോ രാവിലെ, അതിന് സമയമുണ്ട്. ഓഫീസിൽ പോകാൻ സമയമുണ്ട്. വീട്ടിലോട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സമയമുണ്ട്. അയൺ ചെയ്യാൻ സമയമുണ്ട്. എല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സമയമുണ്ട്. എന്താ, ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യമുള്ള ഒരു ഘടകമാക്കി മാറ്റുക വർക്കൗട്ടും. കാരണം നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് ഇതിലൊക്കെ പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളാണെന്ന് എനിക്ക് പറയാനുള്ളൂ. പുരുഷന്മാർ അവരുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഒരു റുട്ടീനായിട്ട് പോകുന്നുണ്ട്. അവർ എല്ലാം എപ്പോൾ ആണെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. സ്ത്രീകൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം കാര്യങ്ങൾ മാറ്റിവെക്കുന്നുണ്ട്. ആ ഒരു ശീലം മാറ്റുക. നമുക്ക് നമ്മുടെ ശരീരത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഹെൽത്തി ഡയറ്റും പിന്നെ അതുപോലെ വർക്കൗട്ടും. അപ്പോൾ അസിഡിറ്റി, ബ്ലോട്ടിങ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.